ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാമെന്ന് നമ്മുടെ മുഖത്ത് മോക്കുരു എങ്ങനെ വരുന്നു, അതെങ്ങനെയൊക്കെ മാറ്റാം, പിഗ്മെന്റേഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾറെഡി കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി എന്തായാലും ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമേ എന്താണ് പിമ്പിൾസ് എന്ന് നോക്കാം. പിമ്പിൾസ് ഒരു ടൈപ്പ് ആക്നെയാണ്. അതായത് നമ്മുടെ പോസ് ക്ലോഗ് ആയിട്ട് പല പല രീതിയിൽ വരും. അതിനകത്ത് ഒരു രീതിയാണ് പിമ്പിൾസ്. പിമ്പിൾസ് വരുമ്പോൾ നമ്മുടെ പോസ് ക്ലോഗ് ആവും. അതായത് ഡെഡ് സ്കിൻസ്, പിന്നെ അതുപോലെ എക്സ്ട്രാ വരുന്ന ഓയിൽസ്, അതുപോലെ തന്നെ അടുത്തുള്ള അതിനകത്ത് ബാക്ടീരിയയും കൂടെ വന്ന് ഫില്ലായിട്ട് അവിടെ ഒരു റെഡിഷ് ഇറിറ്റേഷൻ ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ പിമ്പിൾസ് എന്ന് പറയുന്നത്. ഈ പിമ്പിൾസ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്ത് വരാം. ആദ്യമൊക്കെ തന്നെ നമ്മൾ പിമ്പിൾസ് കണ്ടു തുടങ്ങുന്നത് നമ്മുടെ ടീനേജിന്റെ ടൈമിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീനേജിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരും. അത് കാരണം നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഒന്നും അധികമായിട്ട് വർക്ക് ചെയ്യും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രീ ടീനേജ് വരെ നമ്മുടെ സ്കിൻ ചിലപ്പം നോർമൽ ആയിരിക്കും, അതല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയിരിക്കും. അതല്ലാണ്ട് ഓവറായിട്ട് ഒരു ഓയിലി സ്കിൻ ടീനേജിന്റെ ടൈമിൽ പ്രീ ടീനേജിന്റെ ടൈമിൽ നമുക്കത് കുട്ടിയായിരിക്കും നമ്മുടെ മുഖത്ത് അങ്ങനെ വരാറില്ല. ഈവൻ ദ വിയർപ്പ് ഉണ്ട് എന്നുണ്ടെന്നല്ലാണ്ട് ഒരു മോക്കുരു വരുന്ന അത്രത്തോളം നമ്മുടെ സ്കിൻ കാണിക്കാറില്ല. പക്ഷെ ഒരു ടീനേജിന്റെ ടൈം ആകുമ്പോൾ നമ്മുടെ ഫേസിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ കൂടും ചില ആൾക്കാർക്ക്. എന്നിട്ട് അത് ആക്നി ആയിട്ട് മാറും, അതായത് പിമ്പിൾസ് ആയിട്ട് മാറും. പോസ് ക്ലോഗ് ആവും, ബാക്ടീരിയാസ് അതുപോലെ തന്നെ ഈ ഓയിൽസ് എല്ലാം കൂടെ വന്നിട്ട് ഈ പോസിനകത്തോട്ട് അടിഞ്ഞിരിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് നമുക്ക് പിമ്പിൾ ബ്രേക്ക്ഔട്ട് ആയിട്ട് മാറുന്നത്. ഇതൊരു ടൈപ്പ് ഹോർമോണൽ ആക്നെ ബ്രേക്ക്ഔട്ട്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ അഡൽട്ട് ആക്നെയാണ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട്, അതായത് കുഞ്ഞിലൊന്നും നമുക്ക് ആക്നെ ഉണ്ടാവില്ല. ഒരു 25 ഏജിന് എബോവ് ഒക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 30 ഏജ് എബോവ് ഒക്കെ പറ്റുന്ന ഒരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. ഇതാണ് അഡൽട്ട് ആക്നെ വരുന്നത്. ഇതിന് റീസൺ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷനും പിന്നെ നമ്മുടെ പോസ് പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ആവാത്തത് കൊണ്ടുമാണ് ഈ ഒരു അഡൽട്ട് ആക്നെ നമ്മുടെ ഫേസിൽ വരുന്നത്. പിന്നെ നോർമൽ ആയിട്ടുള്ള ആക്നെ, അതായത് നമ്മുടെ മൊബൈൽ കേസ് ക്ലീൻ ചെയ്യാതെ വെക്കുന്നത്, നമ്മുടെ മേക്കപ്പ് ബ്രഷസ് അത് ക്ലീൻ ചെയ്യാതെ വെക്കുന്നത്, നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ പോസിനെ വന്ന് അടയ്ക്കുന്നത് കാരണം നമുക്കൊരു പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന ബ്രേക്ക്ഔട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് നമുക്ക് പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഏതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മോക്കുരു വരുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ദെൻ അതനുസരിച്ചിട്ട് അതിന് മാറ്റിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇപ്പൊ ഇതിനകത്ത് ഏത് റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് മോക്കുരു വന്നതെന്ന്. ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും സൊല്യൂഷൻസ് ഒന്ന് തന്നെയാണെങ്കിലും നമ്മൾ സിറ്റുവേഷൻസ് മാറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ടീനേജിന്റെ ടൈമിൽ വരുന്ന ആക്നെയാണ്, നിങ്ങൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ആക്നെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മുടെ കയ്യിലിരിപ്പ് കാരണം, അതായത് കയ്യിലിരിപ്പിന് ഇങ്ങനത്തെ സെൻസ് എനിക്കൊക്കെ ഉള്ളതാണ്, നമ്മുടെ ഫോൺ കേസ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ പില്ലോ കേസ് മാറ്റാത്തത് കാരണം, അതല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രാവശ്യം ഫേസിലോട്ട് ഹെയർ മുടി മാറ്റിട്ടുണ്ട് ഓർത്ത് ഫേസിലോട്ട് ഹെയർ വരുന്നതാണ്. ഇതൊക്കെ ടീനേജിന്റെ ടൈമിലൊക്കെ വരുന്നത്. ഹെയർ വരുന്ന കാരണം എയറിലുള്ള ഓയിൽസ് നമ്മുടെ സ്കിന്നിലോട്ട് വരുന്ന കാരണം ഒക്കെ നമുക്കൊരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. അപ്പൊ എന്താണ് റീസൺ നമ്മൾ ഫസ്റ്റ് പിക്ക് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ആക്നെ സ്കിൻ കെയർ അല്ലെങ്കിൽ പിമ്പിൾ സ്കിൻ കെയർ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആക്നെ പ്രോൺ സ്കിൻ ആണ് അല്ലെങ്കിൽ പിമ്പിൾ പ്രോൺ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വളരെ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സും നമ്മൾ ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സൺസ്ക്രീൻസ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന സ്ത്രീകൾക്ക് മാത്രം വരുന്ന ആക്നെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ മെൻസ്ട്രേഷന്റെ ടൈമിൽ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങാൻ നേരത്തെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ്, ഞാൻ അതിനകത്ത് വരുന്ന ഒരാളാണ്. കാരണം എനിക്ക് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ അപ്പം ഇച്ചിരി കൂടും, അപ്പൊ എനിക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകും, അങ്ങനെ എനിക്ക് പിഗ്മെന്റേഷൻ വരും. അതെനിക്ക് നോർമലി എല്ലാ ആക്നെ പിമ്പിൾ സൈക്കിളിൽ എല്ലാ പീരിയഡ് സൈക്കിളിലും വരുമെന്ന് വെച്ചാൽ ഇല്ല. ഏതെങ്കിലും ഒരു പീരിയഡ് സൈക്കിൾ അതിന്റെ കൂടെ എനിക്ക് കുറച്ച് സ്ട്രെസ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്, മോസ്റ്റ്ലി പീരിയഡ്സ് വിത്ത് സ്ട്രെസ് കമ്പൈൻ ആയിട്ട് വരുമ്പോഴാണ് എനിക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരുന്നത്. ഇപ്പൊ എന്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് പീരിയഡ് ബ്രേക്ക്ഔട്ട്സ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും. ചില എല്ലാ മെൻസ്ട്രൽ സൈക്കിൾസിലും പീരിയഡ്സ് വരുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ടൈമിസ്റ്റർ ആ ഒരു ടൈമുകളിൽ പെട്ടെന്ന് ഒരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. ഇത് വേറൊന്നും കൂടെ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് കൂടുതലായിട്ട് വരുമ്പോൾ ഈസ്ട്രജൻ നമ്മൾ സെബേഷ്യസ് ഗ്ലാൻഡിൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോയിനെസ്സും ഓയിൽ പ്രൊഡക്ഷനും ഒക്കെ വരും. ഇത് കാരണം നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് നമ്മൾ കണക്കാക്കുക. ആ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ജനറൽ ആയിട്ട് യൂസ്
യൂസ് ചെയ്യുന്ന പിമ്പിൾ പ്രൊഡക്ട്സ് അല്ലാണ്ട് നമുക്കൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ചില സാധനങ്ങൾ നമുക്ക് പ്രഗ്നൻസി സേഫ് അല്ലാത്തതാണ്. അതുകൊണ്ട് കാരണം ചില പിമ്പിൾ മാറ്റുന്ന ക്രീംസുകൾ, അതുപോലെ തന്നെ ചില എന്താ പറയുന്നത് നമ്മൾ പിഗ്മെന്റേഷൻ മാറ്റാൻ യൂസ് ചെയ്യുന്ന ക്രീമുകളൊന്നും നമ്മുടെ ലാക്ടേറ്റിംഗ് സേഫ് അല്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് പിമ്പിൾസ് വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് മാറ്റാനായിട്ട്. അടുത്തത് ഇനി നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ പിമ്പിൾസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മൂക്കുരു പിക്കാനായിട്ട് നിൽക്കരുത്, അതായത് പൊട്ടിക്കാനായിട്ട് നിൽക്കരുത്. പൊട്ടിക്കുമ്പോഴാണ് അത് ആക്നെ സ്കാറിലോട്ട് പോകുന്നത്. സ്കാറിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിവേഴ്സ് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിമ്പിൾസ് മാറ്റാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതും, ഏത് പ്രൊഡക്റ്റിനും നമ്മുടെ ബാക്ടീരിയ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അതുമാണ് നമ്മുടെ പിമ്പിൾസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ. അത് ഒന്നാമത്തേന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ആണ്. കാരണം സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഈ ബീറ്റ ഹൈഡ്രോക്സി ആസിഡിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾ ജനറലായിട്ട് കേൾക്കുന്ന സാധനം, ഇതൊരു ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഡീപ്പ് ലെയറിലോട്ട് ഇറങ്ങി പോകാൻ പറ്റുമെങ്കിലും, നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിലും, നമ്മുടെ ഓയിൽ ഉണ്ടാക്കുന്ന സെബേഷ്യസ് ഗ്ലാൻഡിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന അത്രയും ചെറുതല്ല. സോ അതുകൊണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഒരിക്കലും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കാനോ അതായത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനോ പറ്റില്ല. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡിന് സ്കിൻ ഡ്രൈ ആക്കാം. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ ഓവർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ ബാരിയർ നഷ്ടപ്പെടും. അങ്ങനെ ഡ്രൈനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഒരിക്കലും നമ്മുടെ ഫേസിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ സാലിസിലിക് ആസിഡ് പറ്റും. കാരണം ഇതൊരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് അഥവാ ഓയിൽ ലവിങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. അപ്പൊ എവിടെയാണോ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് സാലിസിലിക് ആസിഡ് പറ്റും. അപ്പൊ അതുകൊണ്ട് സാലിസിലിക് ആസിഡ് പോവുക മാത്രമല്ല സെബേഷ്യസ് ഗ്ലാൻഡിൽ പോയി ഇരുന്നിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, സാലിസിലിക് ആസിഡ് അറിയില്ല നമ്മുടെ ഫേസിൽ എത്ര ഓയിൽ വേണം, എത്ര കൺട്രോൾ ചെയ്യണം. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണോ ഗൈഡൻസ് പറയുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് ബാക്ക് ഫയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. സോ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും നമ്മുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെൻസോയിൽ പെറോക്സൈഡ് അടങ്ങിയ സാധനങ്ങളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ബെൻസോയിൽ പെറോക്സൈഡ് 2.5 ആണെങ്കിൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്. ഇത് നമ്മുടെ പസ് ഫീൽഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ പസ് ഫീൽഡ് പിമ്പിൾസിൽ വരുന്ന ബാക്ടീരിയാസിനെ കൊല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ബെൻസോയിൽ പെറോക്സൈഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അല്ലാണ്ട് ഉള്ള ക്ലിൻഡാമൈസിൻ ഇതൊക്കെ നമുക്ക് കെയർ ജെൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കിട്ടുമെങ്കിലും ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ബാക്ടീരിയാസിന് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നില്ല. നമ്മൾ ബെൻസോയിൽ പെറോക്സൈഡ് സാലിസിലിക് ആസിഡ് ആണ് പറയുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട്, അതായത് 23 ഏജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പിമ്പിൾസ് പ്രോപ്പർ ആയിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് റെറ്റിനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ജനറൽ ആയിട്ട് നമ്മളൊരു ടീനേജ് അല്ലെങ്കിൽ ടീനേജ് അല്ലെങ്കിൽ 23 വരെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ്. പിന്നെ നമ്മുടെ സ്കിൻ കെയറിൽ വരുന്ന ഒരു സാധനമാണ് നയാസിനമൈഡ്. എന്തുകൊണ്ട് നയാസിനമൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ സാലിസിലിക് ആസിഡ് ആയാലും ബെൻസോയിൽ പെറോക്സൈഡ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ റെറ്റിനോൾ ആയാലും സ്കിൻ ഡ്രൈയിങ് ഏജൻസ് ആണ്. അപ്പൊ എപ്പോഴും സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ എന്താ പറയുക ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും പറ്റുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ നയാസിനമൈഡ് നമ്മുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യുന്നത്. കാരണം ഒരു പരിധിവരെ പിഗ്മെന്റേഷന്റെ തുടക്ക സമയത്താണെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ടും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നയാസിനമൈഡ് പറ്റും. അപ്പൊ മെയിനായിട്ട് ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിൽ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ പിമ്പിൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിന്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡാണ്. അതായത് നമ്മൾ ഹൈ ഗ്ലൈസീമിക് റേഞ്ചിൽ വരുന്ന ഫുഡ്സ്, അതായത് നമ്മുടെ മിൽക്കുകൾ ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുക്കീസ്, പിന്നെ മാംഗോ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, നമ്മുടെ പൊരിച്ചത്, ഡീപ് ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചോക്ലേറ്റ്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും വരണമെന്നില്ല. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ മാംഗോ സീസൺ ആണല്ലോ. അപ്പൊ എനിക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു സമയത്ത് എനിക്ക് മാംഗോ കഴിച്ചു കഴിഞ്ഞാൽ മോക്കുരു വരത്തില്ല. പക്ഷെ എൻ്റെ ഒരു ബ്രദറിന് മാംഗോ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം മോക്കുരു വരും. പക്ഷെ റീസൺ മാംഗോ ആണ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ സമ്മർ സീസണിൽ മാംഗോ കഴിക്കും, വീട്ടിൽ നിൽക്കണം, നമ്മൾ മാംഗോ കഴിക്കും, പുള്ളിക്കാരന് മോക്കുരു വരും. അപ്പൊ എന്താ റീസൺ എന്ന് ആദ്യം മനസ്സിലാവും. ചൂട് കാരണം വരുന്ന മോക്കുരു ആണെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് വേറെ നമ്മുടെ ഈ സീസൺ ഒന്നും അല്ലാണ്ട് നമുക്ക് റാൻഡം ആയിട്ട് നമുക്ക് കിട്ടി
മേ ബി അതിന് മുന്നൊക്കെ റാൻഡം ആയിട്ട് കഴിക്കാം. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് റാൻഡം ആയിട്ട് മാംഗോ കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇവന് മാംഗോ ഓവറായിട്ട് കഴിയും, മാംഗോ ഷേക്കോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഓവറായിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ ഒരുപാട് മാംഗോ ഇരിക്കണം, നമ്മൾ വെറുതെ കഴിക്കില്ല, കിട്ടിയാലും നമ്മൾ കഴിക്കൂലേ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഓവറായിട്ട് മാംഗോ കഴിക്കും. ഇവർ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ചെറിയ ചെറിയ ആക്നെ ബ്രേക്കൗട്ട്സ് വന്നു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് എവന് മാംഗോ കഴിച്ചു കഴിഞ്ഞാലും വരുമെന്ന്. അപ്പൊ അതിന് മുന്നേ എനിക്ക് അറിയാം ഹൈ ഗ്ലൈസീമിക്കാണ് മാംഗോ റീസൺ ആണെന്നറിയാം. പക്ഷെ നമ്മുടെ പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് മാംഗോ കഴിച്ചു കഴിഞ്ഞാൽ മൂക്കുരി വരുമെന്ന് വെച്ചാൽ അതിന്റെ ബ്രദർ ആയിരുന്നു. സോ അതും ഒരു റീസൺ ആണ്. അപ്പൊ നമ്മൾ ഹൈ ഗ്ലൈസീമിക് റേറ്റുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആക്നെ ബ്രേക്കൗട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ പിമ്പിൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കുറച്ചത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായാലും ഇനി നമുക്കിത് റൊട്ടീനിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. റൊട്ടീനിലോട്ട് പോകുമ്പോൾ ഞാൻ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നത്, ഇത് നമ്മുടെ ഓരോ ഏജ് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ലാക്ടേറ്റിങ് പ്രഗ്നൻസി ടൈമിലുള്ള യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളെ പറ്റി ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് ഞാൻ നെക്സ്റ്റ് സെഗ്മെന്റിൽ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ ടീനേജർ ആണ്, നിങ്ങളുടെ മുഖത്ത് ആക്നെ ബ്രേക്കൗട്ട്സ് ആണെങ്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അത് മൈൽഡ് ടു മോഡറേറ്റ് ആക്നെ ആണോ നോക്കുക. അതായത് ഇപ്പൊ നമ്മുടെ ഫേസിൽ 1, 2, 3 ആക്നെ ആണ്, പക്ഷെ അതിന്റെ പ്രസൻസ് സിവിയർ ആയിട്ട് വരികയാണെങ്കിൽ, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യുന്നേക്കാളും കൂടുതലായിട്ട് വരികയാണ്, നമുക്കറിയാം ഇപ്പോൾ 1, 2, 3, 4 ആക്നെ വരുമ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ കാണും. പക്ഷെ അതിൽ കൂടി വരുമ്പോഴത്തേക്ക്, അതായത് 10 അതിൽ കൂടി ആക്നെ നമ്മുടെ ഫേസിൽ അറ്റ് എ ടൈം വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് മോക്കുരി വരും, നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിട്ടും മോക്കുരി വരും, അതായത് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു 10 കൂടുതൽ ആക്നെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ 10 ആക്നെ നിങ്ങൾക്ക് ഫേസിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്സും ആക്നെ ആയിട്ട് 10 എണ്ണം അറ്റ് എ ടൈം 10 പൊങ്ങി വരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തൊടുമ്പോൾ ആക്നയുടെ ബ്രേക്കൗട്ട്സ് നമുക്ക് അറിയാലോ, ചെറിയ പെയിൻഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. ചില സ്ഥലത്ത് നമുക്ക് ഓൾറെഡി ആക്നെ അതായത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് 2-3 എണ്ണം വരും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു സിവിയർ സിറ്റുവേഷനിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറിനെ കാണുക. അതൊരു നമുക്കൊരു സ്കിൻ കെയർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. സ്കിൻ കെയർ എപ്പോഴും നമുക്ക് പ്രിക്കോഷൻ ആയിട്ട് മെയിൻ്റെനൻസിന് മാത്രം പറ്റുന്നതാണ്. പ്രോപ്പറായിട്ടൊരു ക്യൂർ അല്ല സ്കിൻ കെയർ. സ്കിൻ കെയർ ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെന്റ് അല്ല, ഇത് നമ്മൾ ടേക്ക് കെയറിങ് പ്രോസസ്സ് മാത്രമാണ്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് മെഡിക്കേറ്റഡ് അല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയി ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ മുഖത്ത് 1, 2, 3 മോക്കുരിയുള്ള, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, മോക്കുരി വരാൻ ചാൻസ് ഉണ്ടെങ്കിലും ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ റൂട്ടീൻ ഫോളോ ചെയ്യാം. ടീനേജേഴ്സിൻ്റെതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ എപ്പോഴും കയ്യിൽ കരുതുക. നമ്മുടെ സിമ്പിളിന്റെ ജെന്റിൽ ക്ലെൻസർ ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഞാനത് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ പറയാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നമ്പർ ഓഫ് നിങ്ങൾക്ക് അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുന്ന കുറേ റെക്കമെൻഡേഷൻസ് പറയുന്നത്, ഇതിനകത്ത് ഹാൻഡ് പിക്ക് ചെയ്തേ പറയാൻ പോകുന്നുള്ളൂ. കാരണം ഹാൻഡ് പിക്ക് ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടി ഈസിയാവും. പ്രത്യേകിച്ചും ആക്നെ പ്രോൺ സ്കിൻകാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ കാണും. അപ്പോൾ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് പ്രൊഡക്ട്സുകൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ ആണ്. എന്തുകൊണ്ട് ജെന്റിൽ ക്ലെൻസർ എന്ന് വെച്ചാൽ, നമുക്ക് ഈ എന്തായാലും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ജെൽ ബേസ്ഡ് ജെന്റിൽ ക്ലെൻസർ കൂടെ കരുതുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ചെയ്യാതെ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് കളയാനും പറ്റും. കാരണം സാലിസിലിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസ് ഓവർ ആയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എനിക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രൈ ആവും. അപ്പൊ നമുക്ക് ഒരു നേരമായിട്ട് മാറ്റേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ 2 നേരം യൂസ് ചെയ്യാൻ, അപ്പൊ മോസ്റ്റ് ഓഫ് ദി ടീനേജേഴ്സ് 2 നേരത്തെക്കാളും ഞാൻ ഒരു നേരം യൂസ് ചെയ്യാൻ പറയും. മോർണിംഗിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളിന്റെ ജെനറൽ ക്ലെൻസർ പറയുന്നത്. സോപ്പ് ഫ്രീ ക്ലെൻസർ ഉണ്ട്, അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് നമുക്കൊരു സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് വരും. നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, അതുപോലെ തന്നെ ഡെർമക്കോഡ് 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ്. ഇത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകളാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും 3-ൽ ഒന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം, നൈറ്റിൽ യൂസ് ചെയ്യാം. മോർണിംഗിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പറ്റുവാണെങ്കിൽ നമ്മൾ നൈറ്റിലോട്ട് പോകുമ്പോൾ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡും കൂടെ ചെയ്യാം. ഇപ്പൊ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് വാഷിന് മുന്നേ ഒരു മിസലാർ വാട്ടർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ക്ലെൻസിങ് പോലും ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറയത്തില്ല. നോർമൽ മിസലാർ വാട്ടർ, നമ്മുടെ ഗാർണിയർ മിസലാർ വാട്ടർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ അതും അവിടെ കഴിഞ്ഞു. അതല്ലാത്ത ആൽക്കഹോൾ അടങ്ങിയ മിസലാർ വാട്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക, ഗാർണിയർ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. സ്പോൺസർ അല്ല, ഗാർണിയർ സേഫ് ആയതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സോ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് സിറത്തിലോട്ടാണ്. നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറം ടീനേജിന്റെ ടൈമിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും 5% നയാസിനമൈഡ് സിറത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസിലെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നാൽ ഓയിൽ നമുക്ക് കീപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റും.
എന്നിട്ട് നിങ്ങൾക്ക് 5% നയാസിനമൈഡിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്ലമ്മിന്റെ 5% നയാസിനമൈഡ്, മിനിമലിസ്റ്റിന്റെ 5% നയാസിനമൈഡ്, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സുഗന്ധയുടെ 5% നയാസിനമൈഡ്, ഡെർമക്കോയുടെ 5% നയാസിനമൈഡ് നല്ല ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് മോർണിംഗിൽ വേണ്ടത് മോയിസ്ചറൈസർ ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫേസ് വാഷ് യൂസ് ചെയ്ത് നയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യാം. കാരണം നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, നമ്മൾ ഓൾറെഡി ഒരു ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീനിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ ഡെർമക്കോയുടെ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്, ഹൈലറോണിക് ആസിഡ് അടങ്ങിയത്. അതല്ലെങ്കിൽ റിക്വൻ്റെ മാറ്റ് ഫിനിഷ് ഫേസ് സൺസ്ക്രീൻ, നമ്മുടെ ആക്നെ യുവിയുടെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ, അതല്ലെങ്കിൽ നമ്മുടെ ഫിക്സ്റ്റർമയുടെ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ SPF 60 അടങ്ങിയ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ. ഇത് ഇത്രയും നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഫോർമുല റിക്സിന്റെ സൺസ്ക്രീൻസും നല്ലൊരു ഓപ്ഷനാണ്. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. മോർണിംഗിൽ. നൈറ്റിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡബിൾ ക്ലീൻസ് ചെയ്യുക. കാരണം നമ്മൾ വൺ ഓഫ് ദി റീസൺസ് പിമ്പിൾസ് സ്കിൻ കെയർ കാരണം വരുന്നത് നിങ്ങൾ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാത്തതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ ഒരുവിധം എല്ലാ സൺസ്ക്രീനും വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ഫേസ് വാഷ് കൊണ്ട് കഴുകിയാൽ ചിലപ്പോൾ പോകത്തില്ല. അപ്പോൾ നമ്മൾ ഡബിൾ ക്ലീൻസ് ചെയ്യുമ്പോൾ മിസ്ലാർ വാട്ടർ ഈ സൺസ്ക്രീനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ ഫേസ് വാഷോട് ചെയ്യുമ്പോൾ നമ്മുടെ പോസ് ക്ലീൻ ആവും. ദെൻ നിങ്ങൾക്കൊരു മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് മോയിസ്ചറൈസേഴ്സിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ ഇവിടെ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. 10 ഓയിലി സ്കിൻകാർക്ക് പറ്റിയ മോയിസ്ചറൈസേഴ്സ്. ഇത് നോൺ കോമിഡോജനിക്കും ലൈറ്റ് വെയിറ്റിലും നോൺ ഗ്രീസി ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ആണ്. നിങ്ങളുടെ പോസ്റ്റിനെ ഒന്നും ക്ലോഗ് ചെയ്യാൻ പോകുന്ന മോയിസ്ചറൈസേഴ്സ് അല്ല. ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. ആ മോയിസ്ചറൈസേഴ്സ് പിക്ക് ചെയ്യാം. ഞാൻ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നീളത്തിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പഠിപ്പായിട്ട് പോകും. അപ്പോൾ ഈ മോയിസ്ചറൈസേഴ്സിന്റെ വീഡിയോ ഒന്ന് കയറി നിങ്ങൾക്ക് കാണുക. അതിനകത്ത് റെക്കമെൻഡേഷൻസ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. നിങ്ങൾക്ക് നൈറ്റിൽ നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യുക, മോയിസ്ചറൈസർ അത് ഫേസ് വാഷ് ചെയ്യുക, നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുക, മോയിസ്ചറൈസർ യൂസ് ചെയ്യുക, അത് മതി. എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് അധികം മോക്കുരു വരുന്നു വെച്ചാൽ ഇത് ഓയിലി സ്കിൻകാർക്കാണ്. ഇപ്പോൾ 1-2 മോക്കുരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാലിസിലിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ പസ് ഫിൽഡ് മോക്കുരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെൻസോയിൽ പെറോക്സൈഡ് 2.5% വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊരു ഡ്രൈയിങ് ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ഒരു പീ സൈസ് എടുത്തിട്ട് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് പീ സൈസ് എടുത്തിട്ട് ഡ്രൈ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ നയാസിനമൈഡ് സെറം നിങ്ങളുടെ മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്താൽ മതി. പക്ഷേ എപ്പോൾ നിങ്ങളുടെ പിമ്പിൾസ് നിൽക്കുന്നോ ആ സമയത്തിന് ഇത് നിർത്തേണ്ടതാണ്. ഒരു ഓവർഡു ചെയ്യാൻ പാടില്ല. സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇതൊരു മാക്സിമം 5 പിമ്പിൾ 5 to 10 പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ 10 എബോവ് നിങ്ങൾക്ക് എക്സ്ട്രീംലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന ക്രീം നമ്മുടെ സ്കിൻ ഡ്രൈയിങ് ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രിക്കോഷ്യസ് ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നേരം മാത്രമേ യൂസ് ചെയ്യുക. വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഡ്രൈ ക്ലീൻ ചെയ്ത് ഡ്രൈ ആയ ഫേസിൽ വേണം ബെൻസോയിൽ പെറോക്സൈഡ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയായപ്പം ടീനേജേഴ്സിന്റെ സ്കിൻ കെയർ റൊട്ടീൻ അവിടെ കഴിഞ്ഞു. ഇനി കുറച്ച് അഡൽട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അഡൽട്ട് ആയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആക്നെ പ്രോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മോർണിംഗും നൈറ്റും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് മോർണിംഗും നൈറ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അഫക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു ഡ്രൈനെസ് തോന്നുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിളിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 2 നേരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ നയാസിനമൈഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ 5% നയാസിനമൈഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഞാൻ ഇവിടെ ടൈം സ്റ്റാമ്പ് കൊടുക്കാം, എവിടെയാണ് പറഞ്ഞത് അവിടെ പോവുക, ജസ്റ്റ് ഒന്ന് കാണുക. ആ 5% നയാസിനമൈഡ് സെറം നിങ്ങൾ എടുക്കുക. ദെൻ നിങ്ങൾക്കും സൺസ്ക്രീൻ നേരത്തെ പറഞ്ഞത് മതി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ഇവിടെ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ ഒന്നും കൂടെ ആഡ് ഓൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2% സാലിസിലിക് ആസിഡ് സീറം നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രീ ടീനേജിൽ നമ്മൾ ടീനേജിന്റെ ടൈമിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതെന്ന് വെച്ചാൽ നമുക്ക് സാലിസിലിക് ആസിഡ് സീറം കൂടെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്തോ കുഴപ്പമില്ല. ബട്ട് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് ചില ദിവസങ്ങളിൽ, അതായത് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമോ അതല്ലെങ്കിൽ 2 ദിവസം, എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് 2 ദിവസം ഒരു നൈറ്റിൽ ബെൻസോയിൽ പെറോക്സൈഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ അതിന് പകരം നമുക്ക് ഒരു ദിവസം സാലിസിലിക് ആസിഡ് ഫേസ് സിറം നമുക്ക് യൂസ് ചെയ്യാം. 2% സാലിസിലിക് ആസിഡ് സിറം ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് എങ്ങനെ നിങ്ങൾ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മൺഡേ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്താൽ ട്യൂസ്ഡേ വെനസ്ഡേ നിങ്ങൾക്ക് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യാം. ദെൻ
തേഴ്സ്ഡേ നിങ്ങൾക്ക് വീണ്ടും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. ദെൻ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാം. മൺഡേ തേഴ്സ്ഡേ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ്, ബാക്കിയുള്ള ദിവസം ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, ബാക്ടീരിയയും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സാലിസിലിക് ആസിഡ് ബെൻസോൾ പെറോക്സൈഡും ഒരുമിച്ച് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിന് ഡാമേജ് ആവും, കാരണം രണ്ടും എക്സ്ട്രീംലി ഡ്രൈയിങ് ഏജൻസ് ആയതുകൊണ്ട്. ഇനി നിങ്ങൾ 23 എബോ ആണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾസ് കൂടെ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക, ദെൻ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം, ബെൻസോൾ പെറോക്സൈഡ്. ഇത് 3 ആക്റ്റീവ്സ് നമ്മൾ സ്കിൻ സൈക്ലിംഗ് പോലെ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3 യൂസ് ചെയ്യാവുന്നതാണ്. ആക്നെ പ്രോൺ സ്കിൻകാർക്ക് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് 3 കൂടെ ഒരു വീക്കിലി യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താ വെച്ചാൽ ഒരാഴ്ച നിങ്ങൾ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുക, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് റെറ്റിനോൾ മാത്രമേ സാലിസിലിക് ആസിഡ് ബെൻസോൾ പെറോക്സൈഡ് നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ യൂസ് ചെയ്തു. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സ്കിപ്പ് ചെയ്തിട്ട് റെറ്റിനോളും ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് സാലിസിലിക് ആസിഡ് ബെൻസോൾ, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാം. അപ്പോൾ മൺഡേ ട്യൂസ്ഡേ നിങ്ങൾക്ക് ഒരു വീക്കിൽ ഫസ്റ്റ് മൺഡേയും ട്യൂസ്ഡേ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം, നെക്സ്റ്റ് നിങ്ങൾക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് സ്കിൻ സൈക്ലിങ്ങിലൂടെ ഈ സാധനം ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പരിധിയിൽ നിങ്ങളുടെ മുഖത്ത് മോക്കുരു കൺട്രോൾ ആയെങ്കിൽ നിങ്ങൾക്ക് ബെൻസോൾ പെറോക്സൈഡ് സ്കിപ്പ് ചെയ്യാം. ദെൻ വീക്കിലി 2 പ്രാവശ്യം സാലിസിലിക് ആസിഡ് പകരം ആഴ്ചയിൽ ഒരു ദിവസം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ വീക്കിലി 2 പ്രാവശ്യം നമുക്ക് റെറ്റിനോൾസും യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ മൺഡേ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം, ട്യൂസ്ഡേ നിങ്ങൾക്ക് ഒന്നും സ്കിപ്പ് ചെയ്യണം, വെറും നിങ്ങൾ നോർമൽ സ്കിൻ കെയർ ചെയ്യുക. വെനസ്ഡേ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം, തേഴ്സ്ഡേ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഒരു ദിവസം സ്കിപ്പ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഫ്രൈഡേ വീണ്ടും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു റൊട്ടീൻ നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് വരെ വീണ്ടും റെറ്റിനോൾ യൂസ് ചെയ്യാം. വെച്ചാൽ ഞാൻ ബേസിക്കലി പറയും, റെറ്റിനോളും സാലിസിലിക് ആസിഡ് കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ വീക്ക്ലി 2 to 3 times റെറ്റിനോൾ യൂസ് ചെയ്യാം, 1 time സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും എക്സ്ഫോളിയേഷൻ നടത്താനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മുഖത്ത് മോക്കുരു വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഫോൺ കേസ്, നമ്മുടെ പില്ലോ കേസ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്കപ്പ് ബ്രഷിങ് ടൂൾസ് പ്രോപ്പറായിട്ട് കഴുകുക. പിന്നെ നല്ലൊരു ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഫേസിലോട്ട് ഹെയർ വീഴാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ആക്നെ ബ്രേക്കൗട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മുഖത്ത് മുടി അധികം വീഴാതിരിക്കാനായിട്ടും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഹെയർ ബോയോ ഫ്രിഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹെയർ ബോയോ അല്ലെങ്കിൽ മുടി എപ്പോഴും കെട്ടി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്. പിന്നെ നിങ്ങൾക്ക് ക്യാരി ഓൺ ചെയ്യാവുന്ന സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ. നമുക്കിപ്പോൾ ഈ സമ്മർ സീസണിൽ ഭയങ്കര വിയർപ്പൊക്കെ ഉള്ളതുകൊണ്ട് മിനിമലിസ്റ്റിൻ്റെയോ അതല്ലെങ്കിൽ ഡെർമക്കോടെയോ അല്ലെങ്കിൽ കെമിസ്ട്രി കമ്പനിയുടെ ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ വാങ്ങിയിട്ട് നമുക്ക് റാൻഡമായിട്ട് ഫേസിൽ അടിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്വെറ്റിംഗ് കാരണം ഉണ്ടാകുന്ന ആക്നെ ബ്രേക്കൗട്ട്സ് തടഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി സാലിസിലിക് ആസിഡിൻ്റെ റെക്കമെൻഡേഷൻസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ ഡെർമക്കോഡ് 2% സാലിസിലിക് ആസിഡ്, ഓർഡറിയുടെ സാലിസിലിക് ആസിഡ് ഒക്കെ നമുക്ക് നല്ല ഓപ്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു എന്താ പറയുന്നത്, റെറ്റിനോളിൻ്റെ റെക്കമെൻഡേഷൻസ് പോവുകയാണെങ്കിൽ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ 2 നല്ല റെറ്റിനോൾസ് ആണ്. ഒന്ന് ഫോക്സ്റ്റെയിൻ്റെ റെറ്റിനോൾ സിറവും, അതുപോലെ തന്നെ നമ്മുടെ ഫോർമുല റെക്സിൻ്റെ റെറ്റിനോൾ സിറം. അതെല്ലാം നിങ്ങൾക്ക് നൈറ്റ് ഇപ്പം റെറ്റിനോൾ യൂസ് ചെയ്യുന്ന നൈറ്റ് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, റെറ്റിനോൾ മാത്രം മതി. ഒരു മോയ്സ്ചറൈസറിൻ്റെ ഫോമിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെർമക്കോയും ഡോക്ടർ വിയും കൂടെയുള്ള റെറ്റിനോൾ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ബേസിക്കലി അതൊരു മോയ്സ്ചറൈസർ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പിന്നെ ഒരു നിങ്ങളുടെ മോയ്സ്ചറൈസർ കൂടെ ഫോളോ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് അധികം ഡ്രൈയിങ് ആയിട്ട് വരത്തില്ല. അപ്പം ഇങ്ങനെയും കൂടെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി അത് യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് പറയും. ഇപ്പം നിങ്ങൾക്ക് ക്രീം ബേസ്ഡ് ആണ് വേണമെങ്കിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ് ഡോക്ടർ വീഡിയും ഡെർമക്കോഡും, അത് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല റെക്സോ ഫോക്സ്റ്റെയിലോ ഫോളോ ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ബേസിക് റുട്ടീനായിട്ട് വരുന്നത്. ഇനി പ്രഗ്നൻസിയുടെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് സാലിസിലിക് ആസിഡ് സിറമോ സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ അല്ലെങ്കിൽ റെറ്റിനോളോ അല്ലെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് ഒക്കെ യൂസ് ചെയ്യും, വളരെ പ്രിക്കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം. ഇൻഫാക്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് മാത്രമേ ഞാൻ പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞതിൽ യൂസ് ചെയ്യാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ എൻ്റെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും? ഡെഫിനറ്റ്ലി ഇല്ല. പക്ഷേ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തു എന്നുകൊണ്ട് ഇതുവരെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ സർക്കിൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും മേജറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ എല്ലാവരോടും എപ്പോഴും കെയർഫുൾ ആയിട്ട് എടുക്കാൻ കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക.
സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡബിൾ ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു അസലിക് ആസിഡ് ക്രീം നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാമെന്നുള്ളത്. കാരണം അസലിക് ആസിഡിന് പിഗ്മെന്റേഷൻ മാറ്റാനും കഴിവുണ്ട്, അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. മാത്രമല്ല അപ്പം നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്, അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്ന പിമ്പിൾസ്, ഇതിനെയൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ ബെൻസോയിൽ പെറോക്സൈഡിന് പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് തീരെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ബേസിക് റൊട്ടീനിനെ ഫോളോ അപ്പ് ചെയ്യാനും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ആക്നെ ബ്രേക്കൗട്ട്സ് വരുന്നെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം വരുന്ന പിമ്പിൾസ് ആണ്, നമുക്ക് അധികം ഒന്നും ചെയ്യാനും പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഫേസ് വാഷ്, നിങ്ങളൊരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് എടുക്കുക, ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക, സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ദെൻ നിങ്ങളുടെ അസലിക് ആസിഡ് കൂടെ ഫോളോ അപ്പ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഓയിൽ ക്ലെൻസർ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഗാർണിയർ മിസലർ വാട്ടർ നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ഓപ്ഷൻസ് ഞാൻ ബേസിക്കലി പറയും ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് സിവിയർ ആയിട്ട് ആക്നെ ബ്രേക്കൗട്ട്സ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ, ഓയിൽ സത്യത്തിൽ ബ്രേക്കൗട്ട്സ് ഉണ്ടാവില്ല, പക്ഷെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ ചിലപ്പോൾ അത് ആക്നെ ബ്രേക്കൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗാർണിയറിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി ആക്നെ ബ്രേക്കൗട്ട്സ്, ഇപ്പം സിവിയർ ആയിട്ട് ആക്നെ ബ്രേക്കൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെൻറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ ആക്നെ പാച്ചസോ വർക്ക് ചെയ്യത്തില്ല. അതിൽ നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ ആക്നെ ടാങ്കിൾ ചെയ്തു, അതല്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്നെ പാച്ചസ് യൂസ് ചെയ്യാം. നമ്മുടെ ഡെർമക്കോയിൽ, ക്വിഞ്ചിൽ, അതുപോലെ ബി ബോഡി വൈസിൽ, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ ആക്നെ പാച്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാം. പിന്നെ സ്പോട്ട് കറക്റ്റിംഗ് ക്രീം നമ്മുടെ ആക്സിസ് ഫൈൽ ഉണ്ട്, അതുപോലെ ആക്നെ സ്കോഡിലുണ്ട്, അതുപോലെ ഫോക്സ് ടെയിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പോട്ട് കറക്റ്റിംഗ് ക്രീം യൂസ് ചെയ്യാം. എവിടെയാണോ മൂക്കുരു വരുന്നത് അവിടെ അപ്ലൈ ചെയ്യുക. ദെൻ മോർണിംഗിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു ആക്നെ പാച്ച് അവിടെ ഒട്ടിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പം ഒന്നുകിൽ സ്കിൻ കെയർ ചെയ്തിട്ട് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒട്ടിക്കുക, അപ്പോൾ ഒട്ടിക്കരുത്. കാരണം സ്കിൻ കെയർ ചെയ്ത് സ്പോട്ടുകളിൽ നമ്മൾ പാച്ചസ് ഒട്ടിച്ചാൽ അത് നിൽക്കില്ല. ഒന്ന് സ്കിൻ ഒന്ന് സെറ്റിലായിട്ട് പാച്ചസ് ഒട്ടിക്കുക, അതല്ലെങ്കിൽ ക്ലീൻ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ ഡയറക്റ്റ് ആക്നെ പാച്ച് ഒട്ടിച്ചാലും മതി. അപ്പോൾ ആക്നെ പാച്ചസ് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നോ രണ്ടോ മൂക്കുരുണ്ടെങ്കിൽ വർക്ക് ചെയ്യും, സിവിയർ ആയിട്ട് മൂക്കുരുണ്ടെങ്കിൽ വർക്ക് ചെയ്തില്ല. അടുത്ത പിമ്പിളിന്റെ കൺസേൺ ആണ് പോസ്റ്റ് ആക്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻസ്, പോസ്റ്റ് ആക്നെ എർത്തിമയും. അതായത് ഒന്നെങ്കിൽ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ, നമ്മൾ റെഡ് കളർ പിഗ്മെന്റേഷൻ വരും, അതല്ലെങ്കിൽ ബ്രൗൺ കളർ പിഗ്മെന്റേഷൻ വരും. ബ്രൗൺ കളർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ട്രാൻഎക്സാമിക് ആസിഡ്. ട്രാൻഎക്സാമിക് ആസിഡ് ഒരു പരിധിവരെ പിമ്പിൾ മാർക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സിവിയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോജിക് ആസിഡിലോട്ട് സ്വിച്ച് ചെയ്യാം. ഫോക്സ്റ്റൈലിന്റെ ട്രാൻഎക്സാമിക് ആസിഡ്, അതുപോലെ തന്നെ മിനിമലിസ്റ്റിന്റെ ട്രാൻഎക്സാമിക് ആസിഡും ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഫിക്സ്ഡർമയുടെ ട്രാൻഎക്സാമിക് ആസിഡും നല്ല ഓപ്ഷനാണ്. കോജിക് ആസിഡിലോട്ട് പോകണമെങ്കിൽ ഡെർമക്കോയുടെ കോജിക് ആസിഡ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഷേപ്പിന്റെ കോജിക് ആസിഡും നല്ല ഓപ്ഷൻസ് ആണ്. ഇത് പോസ്റ്റ് ആക്നെ മാർക്സ് വരുമ്പോൾ മാറ്റാനാണ്. ഇത് നിങ്ങൾ നോർമലി ഫേസ് സ്കിൻ കെയർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടി ഈ പറഞ്ഞ എല്ലാ ട്രാൻഎക്സാമിക് ആസിഡും കോജിക് ആസിഡും നമുക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഓൾറെഡി സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ആ പിഗ്മെന്റേഷൻ വേഴ്സ് ആവാതിരിക്കാനും സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും. കാരണം സൺ പ്രൊട്ടക്ഷൻ വരുമ്പോൾ ഈ പിഗ്മെന്റേഷൻ അധികം ഡാമേജിലോട്ട് പോകത്തില്ല. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് മുഖത്ത് മൂക്കുരു വന്നാൽ പെട്ടെന്ന് പാട് വരും. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നല്ല പെട്ടെന്നൊരു പാട് വരും. റീസെന്റ് കിട്ടിയ പണിയാണിത്. ആ പാടിന്റെ ഇതല്ലായിരുന്നു ഞാൻ പണ്ട് കുഞ്ഞായിരിക്കും, ഇൻ ദ സെൻസ് 2016-15 ടൈമിൽ എന്റെ ബ്രേക്കൗട്ട്സ് വരുമ്പോൾ എന്റെ ഇങ്ങനെ ലിറ്ററലി നല്ല ഡാർക്ക് ബ്രൗൺ സ്പോട്ടിലായിരുന്നു വരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആ ഡാർക്ക് സ്പോട്ടിന്റെ വരുമ്പോൾ തന്നെ ആ ഡാർക്ക് സ്പോട്ടിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മൂക്കുരു വരുമ്പോഴും വരാത്തപ്പോഴും ഒക്കെ എല്ലാം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മെലാനിൻ പ്രൊഡക്ഷന്റെ അളവ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആ പിമ്പിൾസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. സൺസ്ക്രീൻ കാരണം നിങ്ങൾക്ക് ബ്രേക്കൗട്ട്സ് ഉണ്ടെങ്കിൽ ഡബിൾ ക്ലീൻസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയാണ് ഒരു നമ്മൾ ആക്നെ പറ്റി പറയുന്നത്. അഥവാ ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും കൺസേൺസ് ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണം. നമുക്ക് Q&Aയിലോ ലോങ് വീഡിയോയിലോ ഒക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയുള്ള സൺസ്ക്രീൻസിനെ പറ്റി മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടു വെക്കുക. പിന്നെ ഓയിലി സ്കിൻകാർക്കുള്ള റൊട്ടീൻസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്ലേലിസ്റ്റും ഞാൻ അയക്കാതെ കൊടുക്കും. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിമ്പിൾസ് എങ്ങനെ വരുന്നു, അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, പിഗ്മെന്റേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അഥവാ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ, ഓവറോൾ ചാനലിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ബെല്ലൈക്കൺ അമർത്താനായിട്ടും മറക്കണ്ട. ട്യൂസ്ഡേയുടെ Q&A സെക്ഷനെ പറ്റി മറക്കണ്ട. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ ട്യൂസ്ഡേയുടെ Q&Aയിലാണ് തീർക്കുന്നത്. അല്ലാത്ത ജനറൽ ടോപ്പിക്സുമായിട്ട് തേഴ്സ്ഡേയും സൺഡേസും ആണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് യു.